ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ലേറ്റർസോറിന്റെയും ആക്സൻസിന്റെയും കുറെ പെർഫ്യൂംസ് കാണിക്കണ്ടായിരുന്നു. സോ അന്ന് കാണിക്കാത്ത കുറച്ച് പെർഫ്യൂംസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. ഇതിനെല്ലാം സിംഗിൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വേറെ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയുടെ താഴെ ആരാ കമന്റ് ചെയ്തിരുന്നു, നിങ്ങൾ എന്താണ് ഏതാ പെർഫ്യൂമിന്റെ എന്നുള്ളത് പിക്ചർ കാണിക്കാത്തത്. ആക്ച്വലി ഞാൻ ആ വീഡിയോ ഒക്കെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്തു പോയതായിരുന്നു. കുറെ ദിവസമായിട്ട് വീഡിയോസ് ചെയ്യാതെ പെട്ടെന്ന് ഒരു ദിവസം എടുത്ത് ചെയ്തപ്പോൾ എനിക്ക് അതിനുള്ള ടൈം എടുക്കും. ഞാനിപ്പോൾ 20 പെർഫ്യൂംസിന്റെയും പിക്ചേഴ്സ് ഒക്കെ കണ്ടെത്തി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തത് എവിടെയാണ് ഞാൻ പറയുന്നത് നോക്കി പേസ്റ്റ് ചെയ്തൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും. അപ്പൊ അത് ഞാൻ പെട്ടെന്ന് ചെയ്ത ഒരു വീഡിയോ ആയതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നും ഇത് ഞാൻ ഇങ്ങനെ കുറച്ച് പെർഫ്യൂംസ് ഇതിൽ വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ചിലതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. പക്ഷെ അന്ന് പറയാത്ത പെർഫ്യൂംസ് മാത്രം ഇതിൽ നിന്ന് പറയാം. മാത്രമല്ല ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ വേറെ സിംഗിൾ ഓരോന്ന് വേറെ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാനിത് അവിയോൺ ആണ്. ഇത് ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അത് നമ്മുടെ ക്രീഡ മെലസിന്റെ ഫ്രൂട്ടി ബാച്ച് ആണ്, അത് ഞാൻ പറയുന്നില്ല. റോയൽ നൈറ്റ്. ഈ റോയൽ നൈറ്റ് എക്സെൻസിൽ ഇറങ്ങിയതാണ്. ഇത് ലീമാൻസ് റോയൽ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് 30 ml നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇത് നമ്മുടെ ബ്ലിസ് പാരീസിലൊക്കെ ഉണ്ടായിരുന്ന ദ വണ്, ഡോൾച്ചെ ആൻഡ് ഗബ്ബാന ദ വൺ പെർഫ്യൂമിന്റെ അതേ വൈബ് തന്നെയാണ്. അതേ വൈബ് എന്ന് പറഞ്ഞപ്പോൾ അതേ സെയിം സാധനം തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി കൂടുതലാണ് സാധാരണ ഉള്ളതിനേക്കാൾ. ഇത് ആക്സൻസിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ലീമാൻസിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലീമാൻസിൽ 30 ml. അത് വിത്തിൻ ഡേയ്സ് ആ സാധനം ഫിനിഷ് ആയി. അപ്പൊ ഞാൻ ഇത് കിട്ടിയവർക്കൊക്കെ നല്ല അഭിപ്രായം. അപ്പൊ എനിക്ക് തോന്നി അത് ലീമാൻസ് എന്നുള്ളത് നമ്മൾ വെറുതെ ഒരു ബ്രാൻഡ് നെയിം ജസ്റ്റ് ഫോർ ഒരു ട്രയൽ മെൻഷൻ ചെയ്ത ഒരു ബ്രാൻഡ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ സിഗ്നേച്ചർ ബ്രാൻഡ്സ് ആയിട്ടുള്ള ലേറ്റർസോർ, എക്സെൻസ്, എഡ്സെൻസ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഇത് കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യാന്നായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് എക്സെൻസിലേക്ക് മാറ്റിയതാണ്. സോ എക്സെൻസിൽ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ട് കുറച്ച് നാളായി. ഒരുപാട് പേര് വാങ്ങിക്കാറുണ്ട്. കാരണം ഇത് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ കുറെ പേർക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പൊ ഇത് കാണുമ്പോൾ ചിലർ ചോദിക്കും, സോളിറ്ററി ഓൾറെഡി ഉണ്ടല്ലോ, ഇപ്പൊ സോളിറ്ററി ആണോ ഇതാണോ നല്ലത് എന്നുള്ളത്. സോളിറ്ററി ഡോൾച്ചെ ആൻഡ് ഗബ്ബാന ദ വൺ ഇഡിറ്റി പെർഫ്യൂമിന്റെ ഇൻസ്പയർഡും ഇത് ഇഡിപിന്റെ ഇൻസ്പയർഡും. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഞാനിത് ഇഡിറ്റിന്റെ ഇൻസ്പയർഡ് ചിലർ ഇതേപോലെ നമ്മുടെ ഡിയോർ സവാഷിന് നമുക്ക് അങ്ങനെ ഇൻസ്പയർഡ് ഉണ്ട്, പിന്നെ ഇറോസിൻ്റെത് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഞങ്ങൾക്ക് ഇഡിപി എന്ന് വേണം, ഞങ്ങൾക്ക് എലിക്സർ വേണം, അല്ലെങ്കിൽ പെർഫ്യൂം വേണം. ഞാൻ ഈ ആൾക്കാർ എത്ര പറഞ്ഞു കൊടുത്താലും ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാവാത്തതാണോ, അത് ഇത്രയും ഡംബായതോളം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയും ഇഡിപി നമ്മുടെ കോൺസെൻട്രേഷൻ അല്ല, ഇത് ആ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റിന്റെ പേരാണ്. ഇത് ദ വൺ ഇഡിപി. നമ്മുടെ കോൺസെൻട്രേഷൻ എപ്പോഴും എലിക്സർ ആണ്. ഇത് എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെ ഇങ്ങനെ ചോദിച്ചു കൊടുക്കും ചിലര്. അപ്പോ എനിക്ക് വീണ്ടും പറയാനുള്ളത്, നമ്മുടെ പെർഫ്യൂംസിന്റെ കോൺസെൻട്രേഷൻ അല്ല ഇഡിപി എന്നും, ആ പ്രൊഡക്റ്റുകളുടെ പേരാണ്. സോ ദ വൺ ഇഡിപി അതാ പെർഫ്യൂമിന്റെ പേരാണ്. ദയവായി അത് മനസ്സിലാക്കുക. അത് ഇഡിറ്റിയും തമ്മിൽ ഫ്രാഗ്രൻസുകൾ വ്യത്യാസമുണ്ട്. സോ ഇറോസ് ഇഡിപി, ഇറോസ് പെർഫ്യൂം, ബ്ലൂ ഡി ഷനൈൽ ഇഡിപി പെർഫ്യൂം, ഇതൊക്കെ ഫ്രാഗ്രൻസുകൾ വേരിയേഷൻസ് ഉണ്ട്. അതേപോലെ സോളിറ്ററി ഇതും തമ്മിൽ ഫ്രാഗ്രൻസിൽ വ്യത്യാസമുണ്ട്. സോളിറ്ററി ടിപ്പിക്കൽ ഡിയാൻജി ദ വൺ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബാണ്. പക്ഷെ ഇവിടെ ഇത് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു വൈബാണ്. ഇത് ബീസ്റ്റ് മോഡായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് 12 hours ഒക്കെ മേലെ സാധനം നിൽക്കുന്നില്ല. പക്ഷെ ഇതും സോളിറ്ററി തമ്മിൽ ഫ്രാഗ്രൻസിൽ വ്യത്യാസങ്ങളുണ്ട്. സോ അതുകൊണ്ട് ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് ഇഡിപിൻ്റെതും മറ്റേത് ഇഡിറ്റിൻ്റെതാണ്, നമ്മുടെ കോൺസെൻട്രേഷൻ അല്ല. ഇനിയും ഇത് കണ്ടിട്ട് പിന്നെ ആൾക്കാർ ചോദിക്കും, ഇത് ഞങ്ങൾക്ക് അത് വേണ്ട, പെർഫ്യൂം വേണം എന്ന് പറഞ്ഞിട്ട്. എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഗോർജിയസ് മഗ്നോലിയ. ഇത് ഏതാന്ന് വെച്ചാല് ഗുച്ചി ഗോർജിയസ് മഗ്നോലിയ. ഗുച്ചി ഫ്ലോറിന്റെ ഒരു ഫ്ലാങ്കർ ആണ്. സോ ഈ ഒരു പേര് കേട്ടിട്ട് ഫീമെയിൽ പെർഫ്യൂമാന്ന് കരുതണ്ട, യൂണിസെക്സ് ആണ്. ഇത് ചിലർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും. ഒരു കോക്കനട്ടിന്റെ ഫ്രാഗ്രൻസും പിന്നെ കുറച്ചൊരു ഫ്രൂട്ടി നോട്ട്സ് അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈബാണ്. നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതും 12+ hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു യൂണിസെക്സ് പെർഫ്യൂം ആണ്. മറ്റേത് യൂണിസെക്സ് അല്ല, മറ്റേത് മാൻലി പെർഫ്യൂം ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, പെൻഹാലിഗൺ. അത് പലരും ചോദിച്ചു, പെൻഹാലിഗൺ മെഗാമയർ ഒക്കെ വീഡിയോ ചെയ്തതാണ്. അത് സിംഗിൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ എടുത്തുകൊണ്ടതാണ്. നെക്സ്റ്റ് ഡി നോർ എന്നുള്ളത് ഡ്രക്കർ നോർ പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. ഇത് ഒരു 15-16 hours ഒക്കെ മേലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രഷ് സ്പൈസി ഫ്രാഗ്രൻസ്, ഒരു മാൻലി മസ്കുലിൻ ഫ്രാഗ്രൻസ് ആണ് കിട്ടുന്നത്. വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ബീസ്റ്റ് മോഡായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഈ കാണിച്ച ആക്സൻസിലെ 3 പെർഫ്യൂംസും ബീസ്റ്റ് മോഡായിട്ട് നിൽക്കുന്ന പെർഫ്യൂംസ് ആണ്. അതിൽ ആ ഡി നോർ
നല്ലോണം നിൽക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, അന്ന് ചിലരെന്ത് ചോദിച്ചു, ഇത് സീ സ്യൂട്ട് എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്നുള്ളത്. സീ സ്യൂട്ട് എന്നുള്ളത് റോക്കാസ് മൊസ്റ്റാഷ് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്, അഥവാ നമ്മുടെ YSL ടക്സീഡോ. രണ്ടും ഫ്രാഗ്രൻസ് വളരെ ക്ലോസ് ആണ്, ചെറിയ ചില വ്യത്യാസങ്ങളാണ്. പക്ഷെ ആ YSLനേക്കാൾ ആളുകൾക്ക് പിടുത്തം ഈ മൊസ്റ്റാഷിന്റെ ഫ്രാഗ്രൻസിലാണ്. എന്തായാലും ഇത് ആ ഒരു പച്ചോളി വെനില ഫ്രാഗ്രൻസ് ആണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ആ ഫ്രാഗ്രൻസ്. അതാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ലോഞ്ചിവിറ്റി നമുക്കൊരു 6 hours ലെവലിൽ വരെ കിട്ടുന്നുണ്ട്. ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂം ആണ്. നെക്സ്റ്റ് വൺ ലേറ്റർസോർ അബ്സല്യൂ എലിക്സർ. ഇത് അർമാനി സ്ട്രോങ്ങർ വിത്ത് യു ലെതർ പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അർമാനി കോഡ് അബ്സല്യൂ ആയിട്ടൊക്കെ ചെറിയ സിമിലാരിറ്റി തോന്നുന്ന ടൈപ്പ്. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറുണ്ട്. ഒരെണ്ണം ഇതേപോലത്തെ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പോക്കറ്റിലിട്ടൊക്കെ കൊണ്ടുവരുന്നതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. വളരെ റയർ ആയിട്ട് നമ്മുടെ പെർഫ്യൂംസ് ഞാൻ അത്രയും ഇന്റിമേറ്റ് ആയിട്ട് പെർഫ്യൂംസ് കൊണ്ടുപോകാറില്ല. അതിന്റെ റീസൺ എന്തുകൊണ്ടാ വെച്ചാല് ഞാൻ അഡിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രാഗ്രൻസുകൾ. ഒന്ന് നമ്മുടെ എമേഴ്സൺ, പിന്നെ നമ്മുടെ ബ്ലാക്ക് സ്റ്റാലിയൻ, ഇങ്ങനത്തെ ഈ സാധനങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതല്ലാതെ വല്ലപ്പോഴും നമ്മളൊന്ന് എടുത്തെടുത്ത് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ഇത് കൂടെ കൊണ്ടുനടക്കാം എന്ന് തോന്നിയ ഒരു സാധനം ഒന്ന് ഈ അബ്സല്യൂ ആണ്. അപ്പോൾ അതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത് ഇതൊരു ലെതറി നോട്ട്സും ഒരു സ്വീറ്റ്നെസ്സും ഇത്തിരി ഒരു ആംബർ ടച്ച് എല്ലാം കൂടെ തന്നിട്ടുള്ള ഒരു ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റിയ ഒരു യൂണിസെക്സ് പെർഫ്യൂം. അതും ഞാനവിടെ താഴെ വെക്കണം. അതും അത്യാവശ്യം നിൽക്കുന്നുണ്ട്. 8 hours ലെവലിലൊക്കെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ലേറ്റർസോർ ലിൻസോമിസ്. ഇത് ഈ പേര് തന്നെ കൊടുക്കാൻ കാര്യം, ഇത് നമ്മുടെ ഏതായിരുന്നു ഡ്രഗ് ലാലീക്കിന്റെ പെർഫ്യൂം ആണ്. ലാലീക്ക് ലിൻസോമിസ് എന്ന് പറഞ്ഞിട്ട് പെർഫ്യൂം ആണ്. സോ അതിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. സ്പൈസി നോട്ട്സും കുറച്ചൊരു എർത്തി നോട്ട്സും പിന്നെ ഒരു ഫ്രഷ്നെസ്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. നല്ല ഒരു എന്താ പറയുക, ഒരു ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു യൂണിസെക്സ് വൈബ്. ചെറുതായിട്ട് ഇറക്കിയോ ചില അറബിക് പെർഫ്യൂംസിനൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഫ്രാഗ്രൻസ് തരുന്ന ഒരു പെർഫ്യൂം. ഇത് തിരക്കില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. നമുക്കൊരു 7 to 8 hours വരെയൊക്കെ ഇതിന്റെ ഒരു ലോഞ്ചിവിറ്റി കിട്ടുന്നുണ്ട്. അതാണ് ലിൻസോമിസ്. സോ ഇനി ഏതൊക്കെയാണുള്ളത് നമുക്ക്. സാന്റോസ് ലേറ്റർസോർ സാന്റോസ്. ഇത് കാർട്ടിയെ സാന്റോസ് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. ബീസ്റ്റ് മോഡായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഫ്രാഗ്രൻസ് ഒരു പാപ്രിക്ക അല്ലെങ്കിൽ ഒരു ഗ്രീൻ ചില്ലി ഇങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്. അതൊരു ഒരു മുളകിന്റെ പോലത്തെ ഒരു ഫ്രാഗ്രൻസ്. ബീസ്റ്റ് മോഡാണ്. പക്ഷെ എല്ലാവർക്കും മുളകിന്റെ ഫ്രാഗ്രൻസ് ഇഷ്ടാവോ എന്നുള്ളത് നോക്കണം. അങ്ങനത്തെ ഒരു ചില്ലി ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയായിട്ടാണ്. നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രസിഷൻ എന്നുള്ളത് നമ്മുടെ പെർഫ്യൂം സ്റ്റിമാറിലെ പെർസീവൽ അല്ലെങ്കിൽ മോൺബ്ലോങ് ലെജൻഡ് ഇങ്ങനത്തെ പെർഫ്യൂംസിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. എപ്പോഴും ലെജൻഡിന്റെ വേർഷൻ ഉണ്ടോ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് പെർസീവല് പ്രസിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആ പേര് എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു വെച്ചാല് അത് പെർസീവലായിട്ട് സിമിലർ ആയിട്ട് പേര് കൊടുത്തു എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ടൊബാക്കോ ഊദ്. ഇത് മൊണ്ടാലെ ടൊബാക്കോ ഊദ് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. ഇതിലൊരു സ്വീറ്റ്നെസ് ഉണ്ട്, കുറച്ചൊരു ഒരു വെനില ആംബർ നോട്ട്സ് എല്ലാം കൂടി വന്നിട്ടുള്ള നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. ചെറുതായിട്ട് ഇതിലൊരു ഊദിന്റെ ഫ്രാഗ്രൻസ് വരുന്നുള്ളൂ. ഇതും അത്യാവശ്യം നിൽക്കുന്നുണ്ട്. നമുക്കൊരു 7+ hours ഒക്കെ നിൽക്കുന്നുണ്ട്. സോ അതാണ് ടൊബാക്കോ ഊദ്. ഇനിയിപ്പോൾ ലാസ്റ്റ് വൺ പ്രൊഫോണ്ടോ. ഇത് എക്കോഡിജിയോ പ്രൊഫോണ്ടോ പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ. ഇനി ഒരെണ്ണം ഞാൻ കയ്യിലെടുത്തിട്ടുള്ളത് ഹെൻസോ ഫ്ലെയിം ആണ്. ഇത് മുമ്പേ ഉണ്ടായിരുന്നതാണ്, ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തുള്ളൂ. ഹെൻസോ ഫ്ലെയിം എന്നുള്ളത് നമ്മുടെ ഇറോസ് ഫ്ലെയിം പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. അതും ഒരു വെനില മിന്റി എല്ലാം കൂടി വന്നിട്ടുള്ളതാണ്. പക്ഷെ ആ മിന്റിനേക്കാളും കൂടുതൽ അവിടെ കുറച്ച് വെനില ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് മാത്രം. അതും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഓരോന്നായിട്ട് വീഡിയോസ് ചെയ്യാം, കമ്മിങ് ഡേയ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്.